പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കർത്താവ് സഹായിച്ചു. 10ാം മാസം നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമാക്കട്ടെ. ലോകമെമ്പാടും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രതിയോഗിയോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകണ്ട, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ 10ാം മാസത്തിൽ ആ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ വർഷങ്ങളായി, കഴിഞ്ഞ മാസങ്ങളായി ശത്രുവായവൻ നിങ്ങളെ തോൽപ്പിക്കുവാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളുടെ തല കുനിക്കുവാൻ, നിങ്ങളെ നാണം കെടുത്തുവാൻ, നിങ്ങളെ ഒരു പരിഹാസ വിഷയമാക്കുവാൻ ഏതെല്ലാം മേഖലയിൽ വെല്ലുവിളിച്ചാലും ദൈവാത്മാവ് ഈ പുതിയ മാസത്തിൽ ഇടപെടുകയാണ്. നിങ്ങൾ മിണ്ടാതിരിപ്പി, നിങ്ങൾ മിണ്ടാതിരിപ്പി. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധവീരനായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഒരു ജയത്തെ ദൈവം കൈമാറി തരാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ പ്രതിയോഗി എത്ര ഭയങ്കരനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. യുദ്ധം ചെയ്യുന്നത് ഇനി നമ്മളല്ല, യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. ഏത് കാലത്ത് നമ്മുടെ തല ഉയർന്നിരിക്കും. നമ്മുടെ മിനിസ്ട്രിയുടെ, നമ്മുടെ കുടുംബത്തിന്റെ, തലമുറയുടെയൊക്കെ തല ഉയർത്തുന്ന, ബിസിനസിന്റെ, നിങ്ങളുടെ ഭൗതിക മേഖലകളുടെ തല ഉയർത്തുന്ന ദൈവം ഇന്ന് പകൽ ഇതിന്റെ അകത്തിറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആമീൻ. മോശെ തന്റെ ജനത്തോട് പറയുന്നത്, ഇനി മേലാൽ ഈ മിസ്രൈമിനെ നമ്മൾ കാണുകയില്ല. ആമീൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ലെവലിൽ ഒരത്ഭുതം ചെയ്യാൻ പോവാണ്. അത് കാണുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൂ. നിങ്ങളുടെ കണ്ണ് തയ്യാറാകട്ടെ. അസാധാരണ ദൈവപ്രവർത്തികൾ ഈ മാസത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. നമുക്കത് വിശ്വസിക്കാം. ആ വചനത്തെ മുറുകെ പിടിക്കാം. ആമേൻ. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുക. അപ്പൊ യുദ്ധവീരനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. വിശ്വസിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം സമാധാനത്തോടിരിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. യേശുവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തകർന്ന വ്യക്തികൾ, കടബാധിതയിലിരിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ വല്ലാതെ രോഗികളായി ഭാരപ്പെടുന്നവരെ എല്ലാവരെയും കർത്താവ് സൗഖ്യവും സമാധാനവും സന്തോഷവും പകരണം. യേശുവിൻ നാമത്തിൽ തളർന്നവരെ ബലപ്പെടുത്തണം. പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ മാസം മുഴുവൻ വലിയ ബ്ലെസ്സിങ്ങിന്റെ മാസമാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും സർവശക്തൻ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.